ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൻ്റെ പേര് വൊക്കാബുലറി ബൂസ്റ്റർ എന്നാണ്. ഒരു ഇംഗ്ലീഷിലെ എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ തീരെ ഗ്രാമറൊന്നും അറിയാത്ത, വേർഡ് പവറൊന്നും ഇല്ലാത്ത ഒരു ബിഗിനർ എങ്ങനെയാണ് ഈ ചാനൽ വാച്ച് ചെയ്യേണ്ടതെന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ചാനൽ ഓപ്പണായി വന്നാൽ തന്നെ ഹോം, വീഡിയോസ്, ഷോർട്സ്, പ്ലേലിസ്റ്റ് കാണാം. നാലാമതായിട്ട് ആ പ്ലേലിസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഏറ്റവും അടിയിൽ ബേസിക് ഇംഗ്ലീഷ് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് കാണാം. ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറും അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉൾക്കൊള്ളിക്കുന്നതാണ്. അതിൽ ഏകദേശം 11 വീഡിയോസ് ഉണ്ട്. ക്യാൻ, എ, കുഡ്, ഫ്യൂച്ചർ ടെൻസ്, ഹാവ്, ഹാഡ്, ഈസ്, ആം, ആർ, മോഡൽ വെർബ്സ് തുടങ്ങി 20ഓളം ഇംഗ്ലീഷിൻ്റെ കണക്റ്റേഴ്സും സ്ട്രക്ചേഴ്സും ഗ്രാമറൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസാണ്. ഫസ്റ്റ് ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എല്ലാ കണ്ടൻറ്റൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഏറ്റവും ആദ്യം കണ്ടത് ഈ വീഡിയോസാണ്. ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ അതിലുള്ള എല്ലാ സെൻറ്റൻസും അതിലറിയാത്ത വേർഡ്സൊക്കെ വേറെ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കാണുന്നത് ബേസിക് ഇംഗ്ലീഷ് സ്ട്രക്ചറാണ്. സെൻറ്റൻസ് ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. രണ്ടാമത്തത് 22 വീഡിയോസുള്ള ഒരു പ്ലേലിസ്റ്റാണ്. ഇത് ഓരോ സ്റ്റോറീസൊക്കെയാണ്. ഓരോ സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പം ഈ വീഡിയോസ് കാണുക, ട്രാൻസ്ലേഷനെല്ലാം. അതിന് ശേഷം ഈ പ്ലേലിസ്റ്റ് കണ്ടതിന് ശേഷം ആദ്യം ബേസിക് ഇംഗ്ലീഷ് സ്ട്രക്ചർ കാണുക. അതിനുശേഷം സെൻറ്റൻസ് ഫോർമേഷൻ കംപ്ലീറ്റ് കാണുക. അതിനുശേഷം പാരഗ്രാഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതി നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചറും വേർഡ് പവർ ഇൻക്രീസുമാണ്. അപ്പോൾ അറിയാത്ത വേർഡ്സൊക്കെ എല്ലാം എന്ത് ചെയ്യുക, എഴുതി വെക്കുക വിത്ത് എക്സാമ്പിൾസ്. ഇതിലെങ്ങനെയാണ് പാരഗ്രാഫ് റീഡ് ചെയ്ത് മനസ്സിലാക്കുക, അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോസ് പറയുന്നത്. ഈ ഒരു പ്ലേലിസ്റ്റ് കണ്ടതിന് ഇതിൽ ഏകദേശം 6 വീഡിയോസാണ് ഉള്ളത്. ഇതിന് ശേഷം കൺവേഴ്സേഷനുമായി ബന്ധപ്പെട്ട് കൺവേഴ്സേഷൻ പ്രാക്ടീസ് എന്നൊരു സെഷൻ ഉണ്ട്. പക്ഷെ 47ഓളം വീഡിയോസ് ഉണ്ട്. ഓരോ വീഡിയോസും കണ്ടിട്ട് അത് എഴുതി വെക്കുക. വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള കൺവേഴ്സേഷൻസാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വാച്ച് ചെയ്യേണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ വേർഡ് പവർ. ഏകദേശം ഒരു 19ഓളം സിനിമകളുടെ റിവ്യൂസാണ്. ഇംഗ്ലീഷിലാണ് ആ റിവ്യൂസ് ഉള്ളത്. അതിൻ്റെ സ്റ്റോറിയും അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വാച്ച് ചെയ്യാം. പറ്റുകയാണെങ്കിൽ അത് എഴുതി വെക്കുക മൊത്തം. നെക്സ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് നമ്മുടെ വൊക്കാബുലറി ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു പാർട്ടാണ്. അതിൽ 3 വീഡിയോസാണ് നിലവിലുള്ളത്. ആ വീഡിയോസ് വാച്ച് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ഡിബേറ്റ് ഉണ്ട്. ഇതൊക്കെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇത്രയും നിങ്ങൾ വാച്ച് ചെയ്ത് അതിൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് അറിയാത്ത എല്ലാ വേർഡ്സും ഒക്കെ എഴുതിയെടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒന്നും അറിയാത്ത ആൾക്കൊരു 10,000-ഓളം പുതിയ വേർഡ്സ് തന്നെ കിട്ടും. ഇത്രയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു കമാൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഒരു 5,000+ പുതിയ വേർഡ്സ് കിട്ടും. നല്ലൊരു ഇൻസൈറ്റ് കിട്ടും. മാത്രമല്ല ഇതിലെന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുക, അതെല്ലാം ക്ലിയർ ചെയ്ത് പോവാം. ഇങ്ങനെയാണ് നമ്മുടെ